ഹായ് സാർ, അപ്പോൾ കാക്കള ക്ലിക്ക് മെസ്സേജ് തിരിഞ്ഞു നോക്കി സിനിമയുടെ ഡയറക്ടറാണ് സാർ. അപ്പോൾ എന്താണ് സാറേ പറയാനുള്ളത് പ്രേക്ഷകരോട്? എന്തായാലും നല്ല ഒപ്പീനിയൻ വന്നുകൊണ്ടിരിക്കുന്നു, അഭിപ്രായങ്ങൾ നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. കാരണം തിയേറ്ററിൽ വന്നാൽ മാത്രമാണ് അതിൻ്റെ ആ ഫുൾ ഫീൽ കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ. എനിക്ക് അടുത്താണ് ചോദിക്കുകയാണ് സാറിനോട്, ചോദിച്ചാൽ പ്രശ്നമൊന്നും അറിയില്ല, അതായത് ചോദിക്കാം. അപ്പോൾ ഒരു മകനെ വെച്ചിട്ട് ഡയറക്ഷൻ ചെയ്യുമ്പോൾ അതൊരു പുതുമയാണ്, ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു ചേട്ടനൊരു നിൽക്കുന്നത് അല്ല, നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ പുതുമുഖങ്ങളെ അഭിനയിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുതിയ ആൾക്കാരാണ് ഇനി ഇൻഡസ്ട്രിയിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഈ സബ്ജക്റ്റ് പുതുമുഖങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സാധനമാണ്. പിന്നെ മോനെ അഭിനയിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുട്ടിക്കാലം മുതൽ അവരുടെ മാനറിസം അറിയാം. അപ്പോൾ ആ മാനറിസം ഈ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നിയോണ്ട് നമ്മളത്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമ്പട്ടവൻ സിനിമ ഇറങ്ങിയപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ ഒരുമ്പട്ടവനിൽ നിന്നും നസ്രിയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആ ദൂരമുണ്ട്, എത്രത്തോളം ആ ഒരു ഒരുമ്പട്ടവൻ എന്ന് പറഞ്ഞ ഒരു സീരിയസ് മൂവിയാണ്. ഇത് നമ്മളൊരു ഫണ്ണി റൊമാൻറ്റിക് ഫൺ ടൈപ്പ് മൂവിയാണ്. എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ മേജറായിട്ട് പറയുന്ന കുടുംബങ്ങൾ മാത്രം വന്നൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു പരീക്ഷണം ചെയ്യാനുള്ള ഒരു ധൈര്യവും കോൺഫിഡൻസും എത്രത്തോളം ഹരിനാരായണൻ എന്ന ഡയറക്ടർക്ക് ഉണ്ട്? എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ എൻ്റെ കഥായിരുന്നല്ലോ, പുതിയ ആൾക്കാരെ വെച്ച് അഭിനയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ഇതിൽ അവസാനം ചോദിക്കാനുള്ളത്, ശങ്കർ ചേട്ടനൊപ്പം വർക്ക് ചെയ്തപ്പോൾ ഉള്ള ഒരു നമ്മൾ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ നിന്നും ഇപ്പോൾ ഇത് മഞ്ഞൾ പൂക്കളിന് ശേഷം നമ്മുടെ വിശ്വാസം അതല്ല എല്ലാത്തിലും ഷൈനിച്ചേണ്ട അച്ഛനായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു നസ്രിയിലേക്ക് എത്തുമ്പോൾ ശങ്കർ സാറിൻ്റെ എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ലാലേട്ടൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പം കോ ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ശങ്കരേട്ടനാണ്. അന്ന് ഏറ്റവും നല്ല ഹീറോ ആയിട്ട് വന്നതാണ്. ലാലേട്ടൻ അത് വില്ലനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നിൽക്കുന്ന അദ്ദേഹം. അപ്പോൾ എനിക്ക് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ ശങ്കരേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അതേ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി അത്രയും പഴയ ഒരുപാട് ആർട്ടിസ്റ്റാണ്. പിന്നെ ഭയങ്കര രസമാണ്. ശങ്കർ സാറിന് മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് പറയുന്നത് അങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് റൊമാൻറ്റിക് സാറായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത് ശങ്കരേട്ടന്. അത് എല്ലാ ആൾക്കാരും ഇപ്പോൾ കഴിഞ്ഞ ആൾക്കാരെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഇത് നമ്മളുടെ സിനിമയിൽ ശങ്കരേട്ടൻ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ആൾക്കാരും ഇപ്പോൾ ശങ്കരേട്ടൻ ഒരു ജെൻസി മോഡിലേക്ക് എത്തി എന്നുള്ളതാണ് പറയുന്നത്. പിള്ളേരുടെ കൂടെ ആണ് ശങ്കരേട്ടൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനിപ്പോൾ ഇപ്പോൾ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് ഇപ്പോൾ ശങ്കരേട്ടൻ, നിസാറിന് ചേട്ടൻ, ഗൗതമേട്ടൻ, സനോരേട്ടൻ, അങ്ങനെ ഒരുപാട് താരങ്ങളെ അഭിനയിപ്പിച്ച സിനിമ തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് എന്താ പറയാനുള്ള പ്രേക്ഷകർ? ഇതിൽ എല്ലാം പുതുമുഖങ്ങളാണ്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പുതിയ ആൾക്കാരാണ്. ഇവരാരും പുതുമുഖങ്ങളാണെന്ന് പറയില്ല. നിങ്ങൾ തിയേറ്ററിൽ വന്നിരുന്ന 5 മിനിറ്റിനുള്ളിൽ സിനിമയിലേക്ക് ഇന്നാവും. പിന്നെ എല്ലാ ആൾക്കാരും അത് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളെ പോലെ തന്നെയാണ് എല്ലാവരും. ഒരുപാട് സിനിമകൾ ഹിറ്റാവുന്നുണ്ട്. വായ പോലത്തെ സിനിമകൾ, ഡെർബി പോലത്തെ സിനിമ ഹിറ്റാവുന്നുണ്ട്. വലിയ കണ്ടന്റാണ് അതിന്റെ വാല്യൂ. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് ഒരു ഡയറക്ടർക്ക് എന്താ പറയുക? ഹരിനാരായണൻ സാർ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. ഒരു ചെറിയ പുതിയ ആൾക്കാരുടെ ഒരു സിനിമയാണ്. അത് മാക്സിമം തിയേറ്ററിൽ തന്നെ എത്തിയിട്ട് കാണാം. എന്നാൽ മാത്രമേ ഇത്രയും പുതിയ ആൾക്കാർ നമുക്ക് ഒരു ഇൻഡസ്ട്രിയിലേക്ക് അവരെ എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലത്തെ പുതിയ സിനിമകളും വിശേഷങ്ങളായിട്ട് ഇനി കാണാൻ AJP സൈനിങ് ഓഫ് ടാറ്റ.